ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത 46-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കും. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അതികാലത്തു തന്നെ അതിനെ സഹായിക്കും. കോരഹോത്തന്മാരുടെ ഒരു സങ്കീർത്തനമാണിത്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച വേദനകളും ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവർക്ക് നേരിടുവാൻ, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യുവാൻ, അതിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞ മേഖലയും കൂടി ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കണം, ഒരു ഭക്തന്റെ ജീവിതത്തിൽ വരുന്ന വലിയ വലിയ പ്രതിസന്ധികൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഭൂമി മാറിപ്പോകുന്ന മേഖല, പർവ്വതങ്ങൾ കുലുങ്ങുന്നു, സമുദ്രമധ്യേ വീഴുന്നു, അതിലെ വെള്ളം ഇരച്ചു കലങ്ങുന്നു, പ്രൈസ് ലോർഡ്, വീണ്ടും എഴുതുന്നു, എൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങുന്നു. യഥാർത്ഥമായും നാം എല്ലാം ഈ ഭൂമിയിൽ ഭൂപരപ്പിൽ താമസിക്കുന്നവർ. ഭൂമി മാറി പർവ്വതങ്ങൾ കുലുങ്ങിയാൽ, സമുദ്രത്തിലെ വെള്ളം ഇരച്ചു കലങ്ങിയാൽ ചിന്തിച്ചു നോക്കുക, അതിൻ്റെ ആ ഭീകരമായ ഒരു അന്തരീക്ഷം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ചില പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇപ്പോൾ ഞാൻ അങ്ങില്ലാതെയായി പോയിരുന്നുവെങ്കിൽ, ഈ പ്രശ്നം എന്നെ തിന്നുകളയും, എനിക്ക് നിൽക്കാൻ കഴിയുകയില്ല എന്നൊക്കെയുള്ള ചിന്തകൾ വരാറില്ലേ? ദൈവമക്കളെ, പ്രശ്നമെന്നുള്ളത് കേവലം ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മലയാളത്തിലൊരു പദം പറയാറുണ്ട്: ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ പ്രശ്നം ചിലർക്കൊന്നുമല്ലാതായിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റു ചിലർക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവ ഈസിയറായിട്ട് തോന്നാം. എന്നാൽ ആ പ്രശ്നത്തിലൂടെ പോകുന്ന വ്യക്തിക്ക് അത് ഭീകരമാണ് എന്ന് നമ്മൾ അറിയണം. എന്നാൽ ആ പ്രശ്നം എന്നുള്ളതിനെ വിസ്തരിച്ച് വിശാല അർത്ഥത്തിൽ പറഞ്ഞ് ഇവിടെ നിർത്തുകയല്ല. പകരം സങ്കീർത്തനക്കാരൻ 3 മേഖല ഇവിടെ തൊടുന്നുണ്ട്. ഒന്നാമത്തെ മേഖല, ഇത്രയും പ്രശ്നങ്ങൾ ഈ വിശുദ്ധ നിവാസത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൈതലിനെ, ഹല്ലേലൂയ, അലട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ നിവാസത്തെ അലട്ടുന്ന, അല്ലെങ്കിൽ ഒരു ദൈവഭക്തനെ അലട്ടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഹല്ലേലൂയ, ഒരു നദിയുണ്ട്, പ്രൈസ് ദി ലോർഡ്, അത് സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമായ അന്തരീക്ഷത്തെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സന്തോഷിപ്പിക്കുന്ന ഒരു നദിയുണ്ട്. അപ്പോൾ പ്രശ്നം ആ മനുഷ്യനെ ദുഃഖത്തിലാഴ്ത്താത്തത്, ഒരു ഭക്തനെ ദുഃഖത്തിലാഴ്ത്താത്തത്, അതിൻ്റെ കാരണം അവന്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു നദിയുണ്ട്. ആ നദി നമുക്കറിയാം, പരിശുദ്ധാത്മാവെന്ന നദി. വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെന്ന നദി അവനുണ്ട് എന്നതാണ് ഇവിടെ രേഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് 2 സ്ത്രീകളെ കാണുവാനായിട്ട് കഴിയും.
ഒന്ന് യേശുവിൻ്റെ അമ്മയായ മറിയയും, രണ്ട് യോഹന്നാൻ്റെ അമ്മയായ എലിസബത്തും. ഈ രണ്ട് സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട ഉദരഫലം, പ്രൈസ് ദി ലോർഡ്, അത് ലോകത്തിൻ്റെ മുമ്പിൽ പറയാൻ കഴിയാതെ അകത്തളങ്ങളിൽ ഒരു വേദന, ഒരു ഭാരം അവരെ വഹിച്ച്, പ്രൈസ് ദി ലോർഡ്, ഇരിക്കുന്ന ഒരു മേഖല. ഇവിടെ എലിസബത്ത് ഭവനത്തിൻ്റെ ഉള്ളിൽ 6 മാസമായി ഒളിച്ചു താമസിക്കുകയും തനിക്ക് കിട്ടിയ ഉദരഫലത്തെ, ആ ഉദരഫലം ലോകത്തിൻ്റെ മുമ്പിൽ സന്തോഷത്തിൽ വിളിച്ചു പറയേണ്ടതാണ്. അവൾ ആനന്ദത്തിൽ വിളിച്ചു പറയേണ്ടതാണ്. കാരണം അവളുടെ ജീവിതത്തിൽ, അവളുടെ വാർദ്ധക്യത്തിൽ ഒരു കിട്ടിയ ഒരു പ്രാർത്ഥനയുടെ മറുപടിയാ. 6 മാസമായി അവൾ ഒളിച്ചു പാർക്കുകയാണ്. അങ്ങനെ പാർത്തിരിക്കുമ്പോഴാണ്, ഹല്ലേലൂയ സ്തോത്രം, ദൈവം സ്തോത്രം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ ഗർഭം ധരിക്കപ്പെട്ട മറിയ എലിസബത്തിനെ കാണുവാൻ വേണ്ടി ചെല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറിയയും ഇവിടെ ഒരു വേദനാജനകമായ അന്തരീക്ഷം. എന്തുകൊണ്ടാ വേദന? അവളുടെ ജീവിതത്തിൽ വിവാഹത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടവൾ, അടുത്ത ദിവസം അവളുടെ വിവാഹം നടക്കേണ്ടതാണ്. പക്ഷേ അതിനു മുമ്പേ അവളുടെ ഉദരത്തിലൊരു കുഞ്ഞു വന്നു. ഇതിനെ എങ്ങനെ വിശദീകരിക്കും? ഇതിനെ എങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരോട് മനസ്സിലാക്കും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ചിന്തിച്ച് ഒരു വ്യാകുലത്തിലിരിക്കുന്നു. ഇവൾ നോക്കണം, ഈ രണ്ട് വ്യക്തികളും തമ്മിൽ കാണുകയാണ്. നോക്കണം, എലിസബത്തിന്റെ മേൽ ഹല്ലേലൂയ സ്തോത്രം, മറിയയുടെ ഹല്ലേലൂയ സ്തോത്രം വന്ദനസ്വരം, അതിന്റെ 1:39 മറിയയുടെ വന്ദനസ്വരം എലിസബത്ത് കേൾക്കുമ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ ഹല്ലേലൂയ യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ തുള്ളി എന്ന് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൽ എൻ്റെ പിള്ള തുള്ളി. നോക്കണം, ചിന്തിച്ചു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. 2 പേർ ഹല്ലേലൂയ ഉദരഫലത്തെ കുറിച്ച് സ്തോത്രം, അത് ലോകത്തിന്റെ മുമ്പിൽ പറയുവാൻ, സ്തോത്രം, ലോകത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുവാൻ, സ്തോത്രം, ഒരു ഭാരത്തിൽ നിൽക്കുമ്പോൾ, ഒരു കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ രണ്ടുപേരെയും ഹല്ലേലൂയ ആനന്ദിപ്പിക്കുന്ന, ആ തുള്ളിപ്പിക്കുന്ന ഒരനുഭവം ഇവിടെ കാണുവാനിടയായി തീരും. ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, സ്തോത്ര, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം, അവനൊരു നദിയുണ്ട്. ആ നദിയുടെ പ്രത്യേകതയാണ് സന്തോഷിപ്പിക്കുന്ന നദി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകത്തിൽ പലപ്പോഴും നാം പറയുന്നത് ഹല്ലേലൂയ ഇല്ല എന്ന പദമാണ്. ഇല്ല, എനിക്കിതൊക്കെ ഇല്ല, എനിക്കിതൊക്കെ ഇല്ല. പക്ഷേ ഭക്തൻ പറയുകയാണ്, പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു നദി എനിക്കുണ്ട് എന്നത് ഹല്ലേലൂയ ആ ഭക്തന് സ്തോത്രം ഹല്ലേലൂയ പറയുന്ന വാക്ക്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം, എസെക്കിയേലിന്റെ പ്രവചനം ഒക്കെ ഹല്ലേലൂയ സ്തോത്രം ഇതിനോട് ചേർത്ത് മനസ്സിലാക്കിയാൽ, എസെക്കിയേൽ പ്രവചനത്തിൽ 37-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അസ്ഥികളുടെ ഒരു താഴ്വര. അപ്പോൾ എസെക്കിയേൽ പ്രവാചകനെ കൊണ്ടുവന്ന് ആ അസ്ഥിയുടെ താഴ്വരയിൽ നിർത്തി. എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ആ നിരാശപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേലിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. അവരുടെ പ്രത്യാശ പോയി, ഹല്ലേലൂയ സ്തോത്രം, പ്രതീക്ഷകൾ അസ്തമിച്ചു. ഇനിയും ഇവിടെ നിന്നൊരു പുറത്തിറങ്ങലില്ല. ഈ ബാബേലിൽ കിടന്ന് ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളും നശിച്ചു പോവുകയുള്ളൂ. ഞങ്ങളുടെ സ്വന്തം നാടായ യെരൂശലേമിലേക്കോ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേലിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല എന്ന് വിചാരിച്ച് സ്തോത്രം പ്രതീക്ഷയും പ്രത്യാശയും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ജനത. 137-ാം സങ്കീർത്തനത്തിൽ സ്തോത്രം ബാബേലിലെ നിവാസികൾ പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ സിയോനിലെ ഒരു ഗീതം പാട്, സിയോനിലെ ഒരു പാട്ടുപാട് എന്ന് പറയുമ്പോൾ
ഞങ്ങൾ എങ്ങനെ അന്യദേശത്ത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പറയും? ഞങ്ങൾ ഇന്ന് അടിമത്തത്തിലാണ്. എന്ന് വെച്ചാൽ വീണ്ടെടുപ്പിൻ്റെ ഗീതം പറയുവാൻ, സന്തോഷത്തിൻ്റെ ഗീതം പാടാൻ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ കിന്നരങ്ങൾ വെച്ച് പാടാൻ കഴിയാതെ മാനസിക സംഘർഷത്തിലിരിക്കുന്ന ഒരു ജനത്തെ ഇവിടെ കാണുവാനായിട്ട് കഴിയും. സിയോനെ ഓർത്തപ്പോൾ കരഞ്ഞ ജനത്തെ കാണുവാനായിട്ട് കഴിയും. അവരുടെ സന്തോഷത്തെ, ഹല്ലേലൂയ, സങ്കടങ്ങളെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, സങ്കടങ്ങൾ അവരിൽ ഉദിച്ചു വന്നിട്ട് ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ. എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒരു മേഖല ആ രാജ്യത്തവർ അനുഭവിക്കുന്നതുമ്പോൾ സ്തോത്രം, അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുകയാണ് എസെക്കിയേൽ 37 അധ്യായം. പക്ഷെ അവിടെ നോക്കണം, പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ആ സ്തോത്രം ഈ അസ്ഥികളുടെ മേലേക്ക് വരുമ്പോൾ ജീവനുള്ള സൈന്യമായി എഴുന്നേൽക്കുക. നോക്ക് സ്തോത്രം, ഞാൻ പറയുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, സന്തോഷം നഷ്ടപ്പെട്ടു പോയ ആ ജനത്തെ പരിശുദ്ധാത്മാവ് സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ജീവൻ കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ സൈന്യമായി എഴുന്നേൽപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, കോരകപുത്രന്മാർ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾക്കൊരു നദിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സന്തോഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നദി. അത് ഉള്ളതുകൊണ്ടാണ് സ്തോത്രം ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട് ഇവർ പറയുന്ന മറ്റൊരു മേഖല, സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം അതിൻ്റെ മധ്യേയുണ്ടെന്ന്. ഹല്ലേലൂയ സ്തോത്രം, ദൈവമുണ്ട്. ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നത് സഹായിക്കുന്ന ദൈവം ഉണ്ടെന്ന്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന്, സന്തോഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെന്ന നദിയും സഹായിക്കുന്ന ദൈവവും ഞങ്ങൾക്കുള്ളതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സമുദ്രങ്ങൾ അലറി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഭൂമി കുലുങ്ങുമ്പോൾ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുമ്പോൾ, അത്രമാത്രം പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾ ഭയപ്പെടുകയും. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭീകരത എന്നുള്ളത് വ്യത്യസ്തമാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, പ്രൈസ് ദി ലോർഡ്, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രശ്നം, സ്തോത്രം, അവനെ ദുഃഖത്തിൽ കൊണ്ടുപോകാത്തതിൻ്റെ കാരണം, സ്തോത്രം, അവനെ സന്തോഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെന്ന നദി അവനുണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവനെ സഹായിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ദൈവം അവനുണ്ട് എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. കൊരപുത്രന്മാർ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ഞങ്ങളെ നോക്കുമ്പോൾ പലതും ഞങ്ങൾക്കില്ലാതിരിക്കാം, എന്നാൽ ഞങ്ങൾക്കുള്ളത് ചിലതുണ്ട്. അതുകൊണ്ടാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഭീകരമായ പ്രതിസന്ധികളിൽ, ഹല്ലേലൂയ, ഞങ്ങൾ ദുഃഖത്തിൽ ആണ്ടുപോകാതിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ, ഹല്ലേലൂയ, ഈ ധ്യാന ചിന്തയിൽ ജനത്തോട് എനിക്ക് പറഞ്ഞു നിർത്തുവാനിതുണ്ട്. സ്തോത്രം, എല്ലാം, ഹല്ലേലൂയ, ഒന്നുമില്ലെങ്കിലും സന്തോഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെന്ന നദിയും, പ്രൈസ് ദി ലോർഡ്, സഹായിക്കുന്ന ദൈവവും ഉണ്ട് എന്ന് പറയാൻ നമുക്കിടയായി തീരട്ടെ. അതാകുന്നു ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഏറ്റവും ആവശ്യം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, കോരഗോത്രന്മാർ തങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പറയുന്ന വാക്കുകൾ ഞങ്ങൾ, കർത്താവേ, ഇന്ന് ധ്യാനിക്കുവാനിടയായിത്തീർന്നു. ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി വേദനകൾ, ഒത്തിരി നിന്ദകൾ അവരുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു. ഹല്ലേലൂയ. ഭൂമി മാറിപ്പോകുന്ന, പർവ്വതങ്ങൾ കുലുങ്ങുന്ന, സമുദ്രങ്ങൾ ആർത്തിരമ്പുന്ന മേഖല പോലെ എല്ലായിടത്തു നിന്നും അവർ അത് അനുഭവിച്ചു. എന്നാൽ സന്തോഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെന്ന നദിയും സഹായിക്കുന്ന ദൈവവും അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാപ്പ അവരുടെ ജീവിതത്തിൽ ആ പ്രശ്നത്തെയും പ്രതികൂലത്തെയും അതിജീവിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷത്തിൽ നിൽക്കുവാനും ഇടയായി തീർന്നതെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് സ്തോത്രം. കർത്താവ്, ഇന്ന് പകൽക്കാലം ഈ വചനം വെച്ച് ജനത്തെ അനുഗ്രഹിക്കണം. പ്രതികൂലങ്ങളിലൂടെ പോകുന്ന, പ്രശ്നങ്ങളിലൂടെ പോകുന്ന, വേദനയിലൂടെ പോകുന്ന ജനത്തെ ഈ വചനം വെച്ച് അനുഗ്രഹിക്കണം. അവരെ സന്തോഷിപ്പിക്കണം. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അവരെ സന്തോഷിപ്പിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. സന്തോഷിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെന്ന നദിയിൽ, ഹല്ലേലൂയ, അവരെ നിറക്കി സന്തോഷിപ്പിക്കണം.
ഹല്ലേലൂയ. കർത്താവേ, അവരെ സഹായിക്കണമേ. ഹല്ലേലൂയ. അവർക്ക് അത് ഉണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ധൈര്യം അവരുടെ ഉള്ളിൽ കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ജനത്തെ വചനം വെച്ച് അനുഗ്രഹിച്ചോർത്ത് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.